കർഷകദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമരമുഖത്തേക്ക് കോൺഗ്രസ് കടന്നുവരുമെന്ന് കെപിസിസി സെക്രട്ടറി തോമസ് രാജൻ. ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജും വരൾച്ചാ ബാധിത ജില്ലയായും പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയെ വരൾച്ചാബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക, ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജും കർഷകർക്ക് സഹായ പദ്ധതികളും പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. പുറ്റടി വില്ലേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കർഷക മാർച്ച് ടൗൺ ചുറ്റി സ്പൈസസ് പാർക്കിന് മുമ്പിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമരത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. കെപിസിസി ജനറൽ സെക്രട്ടറി തോമസ് രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷക ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമരമുഖത്തേക്ക് കോൺഗ്രസ് കടന്നുവരുമെന്ന് തോമസ് രാജൻ പറഞ്ഞു. കേന്ദ്ര നിയമം വിധിക്കുന്നത് കൊണ്ട് ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കാൻ നിയമം. എന്താ കേന്ദ്ര നിയമം? കേന്ദ്ര നിയമത്തിൽ പറയുന്നത് പച്ചപ്പുണ്ടാകാൻ പാടില്ല, തകർന്ന് മൊത്തം തരിശ് ഭൂമിയായി, വെയിലുണ്ടായി തരിശ് ഭൂമിയാകണമെന്നാണ്. ഇടുക്കി പോലൊരു ജില്ല, ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഏലത്തോട്ടങ്ങൾ നമുക്കറിയാം. ഏലത്തോട്ടങ്ങൾ എന്ന് പറയുന്നത് വലിയ വൻ വൃക്ഷങ്ങളുടെ മരങ്ങളുടെ ഇടയിൽ കഴിയുന്നത്. അവിടെയൊക്കെ പച്ചപ്പിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തകർന്നു പോയ ഏലത്തോട്ടങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഒരു പദ്ധതിയുമില്ല എന്ന് പറയുന്ന നാണം കെട്ട മന്ത്രിമാരും ഭരണാധികാരികളുമാണ് കേരളത്തിന്റെ മണ്ണിൽ ഇരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത സമരമുഖങ്ങളിലേക്ക് കർഷക കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ കടന്നു വരേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഈ അവസരം ഞാൻ ആഗ്രഹിക്കുകയാണ്. നേതാക്കളായ ജോസ് മുത്തനാട്ട, ടോമി പാലക്കൽ, ബി ശശിധരൻ നായർ, രാജാ മാട്ടുകാരൻ, അജയ് കളത്തുകുന്നേൽ, ജോയി വർഗീസ്, ബാബു അത്തിമൂട്ടിൽ, ജോസ് ആനക്കല്ലിൽ, അജി കീഴ്വാറ്റ, പി എ വർക്കി, ടോമി തെങ്ങുംപള്ളി, എം പി ഫിലിപ്പ്, ജോയി കുന്നുവിളയിൽ, ഷൈനി റോയി തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു.